ഹലോ സുഹൃത്തുക്കളെ, നമുക്കൊരു ബ്രോസ്റ്റഡ് കഴിച്ചാൽ ഈ കാണാൻ രസമില്ലാത്ത ഈ ബ്രോസ്റ്റ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറത്ത് ഭയങ്കര ക്രിസ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിന് നമ്മൾ അരക്കപ്പ് തൈരാണ് പാർന്നു കൊടുത്തത്. അരക്കപ്പ് തൈര് പാർന്നതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്തേത്തനീൻ്റെ പേര് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാവരും ഫസ്റ്റ് തീനാക്കിയതിന് ശേഷമാണ് ചിക്കൻ ഇടൽ, പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് കുറച്ച് സുർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ച് നല്ല മിക്സ് ആക്കി എടുക്കണം. സോയാ സോസ് ഉള്ളവർ അതും ആഡ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്, അതായത് ഉള്ളിയുടെ നീരൊഴിച്ച് കൊടുക്കൽ. അത് അധികം ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. പിന്നെ ഉള്ളിയുടെ പൗഡറൊക്കെ വാങ്ങിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തത് നീര് ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. മസാല ഇതിലേക്ക് നല്ലോണം പിടിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ എരിവ് കുറവുള്ളത് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെക്കേണ്ടതാണ് കേട്ടോ. 8 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമായ ഇതുണ്ടാക്കുക. ഇതിൻ്റെ പേരെന്താ സത്യം പറയുകയാണെങ്കിൽ എന്നോട് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കി വെക്കുക. എന്താ പറയുക, അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, എന്തായാലും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് പിന്നെ ക്യാരറ്റും ക്യാബേജും ആണ് മെയിനായിട്ട് വേണ്ടത്. ഇത് മയോണീസൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അവിടെ വിടും. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദയും അതുപോലെ ഒരു കപ്പ് കോൺഫ്ലോറും ആണ് എടുത്തത് കേട്ടോ. പിന്നെ ഒരു മുട്ട വേണം, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം നമ്മൾ ആദ്യം എടുത്ത് വെക്കണേ. പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അതേപോലെ തണുത്ത വെള്ളം പാർന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റിലെ കുറേ വെള്ളം പാർന്നിട്ട് ഇളക്കി എടുക്കരുതേ, കുറച്ച് വെള്ളം പാർന്നിട്ട് മെല്ലെ മെല്ലെ ഇളക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലെവലാവണം. ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല, എന്നാലും ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഏകദേശം ഈ ഒരു ലെവലാവണം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തത് കേട്ടോ. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. 2 ടീസ്പൂണ് മുളക് പൊടി എടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ചില ആൾക്കാർ ഇതൊക്കെ അരിച്ചിട്ടൊക്കെ എടുക്കുന്നത് കാണാം, പക്ഷെ അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അരിച്ചിട്ടൊന്നുമില്ല. ഇനി പരിപാടിയൊക്കെ ഈസി ആട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ഏകദേശം 6 മണിക്കൂറോളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ തയ്യാറായി ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പൊരിക്കാനുള്ള പരിപാടി നോക്കാം. സാധാ വലിയ പീസാണ് എടുക്കുക. ഞാനിവിടെ ചെറിയ പീസാണ് എടുത്തത് കേട്ടോ. കാരണം ചെറിയ പീസിന് അതിൻ്റേതായ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ കാണാനുള്ള ഭംഗി വേണമെന്നില്ലല്ലോ, നമ്മൾ കഴിക്കാനുള്ള ടേസ്റ്റ് മതിയല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തൊലിയോടുള്ള ചിക്കൻ ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബ്രോസ്റ്റഡ് ആയിരിക്കും കേട്ടോ. ഞാൻ തൊലി കളഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ എടുത്തിട്ട് നമ്മൾ ആ പൊടിയില്ലേ അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഡ്രസ്സിങ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ഒരു വെള്ളം പോലൊരു സംഭവം മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇടാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ അടുത്ത ഡ്രസ്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ആക്കി വെച്ചാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ കാണുന്നത്. എന്നിട്ട് ഇതിൽ അങ്ങോട്ട് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നേരത്തെ ആക്കി വെച്ച അതിലേക്ക് തന്നെ ഒന്നുകൂടെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ മാവൊക്കെ ഒന്ന് നല്ല ഒട്ടിപ്പിടിച്ച് നല്ല തിക്കായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്താൽ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ളതിന് ജസ്റ്റ് പൊരിച്ചെടുക്കാനുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, കാരണം ചെറിയ ചെറിയ പീസാണ് ഒന്നാമത്. പിന്നെ സ്കിൻ എടുത്തിട്ടില്ല, സ്കിന്നോട് കൂടെയുള്ള ബ്രോസ്റ്റല്ലേ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാറ്. പക്ഷേ നൈസാണ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ, നല്ല ടേസ്റ്റാണ്. ഭയങ്കര ക്രിസ്പിയാണ്, പുറത്ത് ഭയങ്കര ക്രിസ്പിയും അകത്ത് അതുപോലെ ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന ആൾക്കാരോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ, ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ വലിയ പീസിനേക്കാളും ടേസ്റ്റ് എന്തായാലും ചെറിയ പീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പെട്ടെന്ന് തന്നെ പൊരിച്ച് കഴിയുകയും ചെയ്യും, ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബ്രോസ്റ്റഡിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.